കലിയുഗത്തില് ഭഗവാനെ ലഭിക്കാനായി ഒരേ ഒരു മാർഗം മാത്രമാണുള്ളത്. കലിയുഗത്തിലെ മനുഷ്യന്റെ അവസ്ഥ ശാസ്ത്രങ്ങള് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മനസ്സ് വളരെ അസ്ഥിരമാണ്, ശ്രദ്ധ പെട്ടെന്ന് ചിതറുന്നു, ഇന്ദ്രിയങ്ങൾ വളരെ ശക്തമാണ്, സമയം എപ്പോഴും കുറവാണ്. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ വലിയ തപസ്സുകളൊന്നും നമ്മൾക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്നതല്ല. വലിയ വലിയ യാഗങ്ങൾ ചെയ്യാനുള്ള ശക്തിയും നമുക്കില്ല. ആരാധനയിൽ സ്ഥിരതയും ശുദ്ധതയും നിലനിർത്താനും വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഭഗവാൻ നമ്മളെ തള്ളിക്കളയുന്നില്ല. പകരം നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ തന്നെ നാമത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നാമം ജപിക്കാനായി പ്രത്യേക യോഗ്യതയോ സാഹചര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ കേവലം കളൗ നാസ്തിയേവ 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 ഗതിരന്യത. യുഗത്തില് ഭഗവാന്റെ ആ നാമം ഒഴികെ മറ്റൊരു മാർഗമില്ല എന്ന് 3 തവണ ഉറപ്പിച്ചു പറയാണ് ഇവിടെ. ഭഗവാന് നമ്മളോടുള്ള കരുണയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം മുൻയുഗങ്ങളിലെ പോലെ നമുക്ക് ഭഗവാനിലേക്ക് എത്താനായിട്ട് വളരെ വലിയ പരിശ്രമം ഒന്നും തന്നെ ആവശ്യമില്ല. ഭഗവാന്റെ ആ നാമം ജപിക്കുക മാത്രം ചെയ്താൽ മതി. ഭഗവാൻ തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ്. യുഗത്തില് നമ്മളപ്പോൾ ഭഗവാനെ അന്വേഷിച്ച് എങ്ങോട്ടും പോകേണ്ടതില്ല. നമ്മൾ എത്രത്തോളം നാമം ജപിക്കുന്നുവോ, എത്രത്തോളം ശ്രദ്ധയോടെ ജപിക്കുന്നുവോ, അത്രത്തോളം ഭഗവാനിലേക്ക് നാം അടുക്കുകയും ഭഗവാൻ നമ്മളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ.